ഹലോ ഗൈസ്, എല്ലാവർക്കും വാഷിങ്ടൺ DC വ്ളോഗിൻ്റെ പാർട്ട് 2ലേക്ക് സ്വാഗതം. ആദ്യത്തെ ഭാഗം കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് പോയി കാണാൻ ശ്രമിക്കണേ. അങ്ങനെ കൈറ്റ് ഫെസ്റ്റിവലൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് ക്യാപിറ്റോളിൻ്റെ അടുത്തേക്കാണ്. നടന്ന് ഒടുവിൽ ക്യാപിറ്റോളിൻ്റെ മുമ്പിലുള്ള റിഫ്ലക്റ്റിംഗ് പൂളിൻ്റെ അടുത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ക്യാപിറ്റോളിൻ്റെ വെസ്റ്റ് സൈഡിലാണ് ഈ ഒരു പൂൾ ഉള്ളത്. യുലിസസ് എസ് ഗ്രാന്റ് മെമ്മോറിയലും നമുക്ക് ഈ ഒരു റിഫ്ലക്റ്റിംഗ് പൂളിൻ്റെ അടുത്ത് കാണാൻ സാധിക്കുന്നു. ക്യാപിറ്റോളിൻ്റെ ഡോമിൻ്റെയും അതുപോലെ തന്നെ യുലിസസ് എസ് ഗ്രാന്റ് മെമ്മോറിയലിൻ്റെയും റിഫ്ലക്ഷൻ നമുക്ക് ഈ ഒരു വെള്ളത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. റിഫ്ലക്റ്റിംഗ് പൂളിൻ്റെ അവിടെ നിന്നും ഞങ്ങൾ ക്യാപിറ്റോൾ കുറച്ചുകൂടി അടുത്ത് നിന്ന് കാണാനായിട്ട് പോവുകയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ് കോൺഗ്രസ് അല്ലെങ്കിൽ ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ ലെജിസ്ലേറ്റീവ് ബ്രാഞ്ചിൻ്റെ എല്ലാവരും ഒത്തുചേരുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ക്യാപിറ്റൽ ബിൽഡിങ്. അതിൽ US ഹൗസ് റെപ്രസെൻറ്റേറ്റീവ്സും കാണും, അതുപോലെ തന്നെ US-ൻ്റെ സെനറ്റുകളും കാണും. നമുക്ക് ഈ ഒരു ക്യാപിറ്റൽ ബിൽഡിങ്ങിന് ഉള്ളിൽ കയറാൻ പറ്റും. പക്ഷേ അതിനു മുൻപ് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ റെപ്രസെൻറ്റേറ്റീവിൻ്റെ കയ്യിൽ നിന്നും പ്രത്യേകം പെർമിഷൻ വാങ്ങിച്ചിട്ട് മാത്രമേ നമുക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3 മാസം മുൻപേയൊക്കെ നമ്മൾ ഇമെയിൽ അയച്ച് പെർമിഷൻ വാങ്ങിക്കണം. അവർ പെർമിഷൻ തന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്യാപിറ്റൽ ബിൽഡിങ്ങിനുള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ. ഈ ഒരു മഞ്ഞപ്പൂ കാണാൻ നല്ല ഭംഗിയില്ലേ? വിഷുവിന് കണിക്കൊന്നയ്ക്ക് പകരം ഉപയോഗിക്കാനായിട്ട് പറ്റിയ ഒരു പൂവാണ് കേട്ടോ ഈ ഒരു പൂവ്. അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് സ്മിത്സോണിയൻ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിലേക്കാണ്. 1910 കേട്ടോ ഈ ഒരു മ്യൂസിയം ഓപ്പൺ ചെയ്തത്. ഇതുപോലെ ഡൈനോസേഴ്സിൻ്റെയൊക്കെ കുറേ ഫോസിൽസ് നമുക്ക് ഈ ഒരു മ്യൂസിയത്തിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. 146 മില്യൺ സ്പെസിമെൻസ് ഈ ഒരു മ്യൂസിയത്തിൻ്റെ കളക്ഷൻസിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ പ്ലാന്റ്സ് ഉണ്ട്, ആനിമൽസ് ഉണ്ട്, അതുപോലെ തന്നെ മിനറൽസ്, ഫോസിൽസ് ഇവയെല്ലാം ഉണ്ട്. ഈ കാണുന്നതെല്ലാം ഓരോരോ ഫോസിലുകളാണ്. ന്യൂയോർക്കിലെ അമേരിക്കൻ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററിയിൽ ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ ഇതുപോലുള്ള കുറേ ഫോസിൽസൊക്കെ നമുക്ക് കാണാൻ പറ്റിയിരുന്നു. അവിടെ എനിക്ക് തോന്നുന്നു ഡൈനോസേഴ്സിൻ്റെ കുറച്ചും കൂടി വലിയൊരു ശേഖരം, അതായത് ഫോസിൽസിൻ്റെ ശേഖരം നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ അതിൻ്റെ അത്ര ഇല്ല, പക്ഷെ എന്നിരുന്നാലും അതുപോലെ തന്നെയാണ് ഈ ഒരു മ്യൂസിയം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഒരു മ്യൂസിയത്തിൽ കയറിയപ്പോൾ അത്ര എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ ഓൾറെഡി കണ്ടതാണ് ഇതൊക്കെ. നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോഴാണല്ലോ നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ വരിക. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യാനും നിന്നില്ല ഈ ഒരു മ്യൂസിയം. ഈ കാണുന്നത് ഒരു ഫോസിൽ ലാബാണ് കേട്ടോ. ഒരു ഫോസിൽ കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്, പിന്നെ അതെങ്ങനെയാണ് നമ്മളിപ്പോൾ കാണുന്ന രീതിയിലേക്ക് എത്തുന്നത് എന്നൊക്കെയാണ് ഈ ഒരു ലാബിൽ നമ്മളെ കാണിക്കുന്നത്. പിന്നെ ഈ ഒരു മ്യൂസിയവും ന്യൂയോർക്കിലെ മ്യൂസിയം തമ്മിൽ കമ്പയർ ചെയ്താൽ ഈ ഒരു മ്യൂസിയത്തിൽ നമുക്ക് ഫ്രീ ആയിട്ട് എൻട്രി ചെയ്യാൻ പറ്റും. പക്ഷേ ന്യൂയോർക്കിൽ നമ്മൾക്ക് ടിക്കറ്റ് എടുത്താലേ എൻട്രി ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഈ ഒരു മ്യൂസിയത്തിൽ നിന്നും പതിയെ ഇറങ്ങി നേരെ ഇനി വാഷിങ്ടൺ മോണുമെൻറ്റിൻ്റെ അടുത്തേക്ക് പോവാണ്. നാഷണൽ ചെറി ബ്ലോസം ഫെസ്റ്റിവലിൻ്റെ അനുബന്ധിച്ച് അവിടെ സക്യൂറ ടേക്കോ ഫെസ്റ്റും നടക്കുന്നുണ്ടായിരുന്നു. ടേക്കോ എന്ന് പറയുന്നത് ജാപ്പനീസിൽ ഡ്രമ്മിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രം കൊട്ടുന്ന ഈ ഒരു പരിപാടിയാണ് കേട്ടോ ടേക്കോ എന്ന് പറയുന്നത്.
എല്ലാ വർഷവും ചെറി ബ്ലോസത്തിൻ്റെ സമയത്ത് ടൈക്കോ ഫെസ്റ്റ് നടത്താറുണ്ട്. ഈ US-ലുള്ള ടൈക്കോ കലാകാരന്മാരെല്ലാം ചേർന്നിട്ടാണ് ഈ ഒരു ഫെസ്റ്റ് നടത്തുന്നത്. പിന്നീട് അവർ കാണികളിലുള്ള കുറച്ച് പേരെ സ്റ്റേജിലേക്ക് വിളിച്ചു അവിടെ ഡാൻസ് കളിക്കാനായിട്ട്. അതുപോലെ തന്നെ അവിടെ നിന്നവരോടും ഡാൻസ് കളിക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കുറച്ച് പേരൊക്കെ എഴുന്നേറ്റ് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ഫെസ്റ്റ് രാവിലെ തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അവസാനം ഈ ഒരു ടൈക്കോ ഫെസ്റ്റിൽ പങ്കെടുത്ത എല്ലാ കലാകാരന്മാരും കൂടി ചേർന്നിട്ട് ഡ്രം കൊട്ടുന്നതാണ് ഈ കാണുന്നത്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ ഒരു ടൈക്കോ ഫെസ്റ്റ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വൈകുന്നേരം ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. എല്ലാവരും സൺസെറ്റൊക്കെ കാണാനായിട്ടായിരിക്കും അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു വ്യൂ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും അവിടത്തേക്ക് കാണാനായിട്ട്. നമ്മൾ രാവിലെ ആ ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള വ്യൂ ആയിരുന്നു കണ്ടത്. ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള വ്യൂ കുറച്ചും കൂടെ നല്ലൊരു വ്യൂ ആയിരുന്നു. അങ്ങനെ ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് തോമസ് ജെഫേഴ്സൺ മെമ്മോറിയലിൻ്റെ അടുത്തേക്കാണ്. തോമസ് ജെഫേഴ്സൺ മെമ്മോറിയൽ വാഷിങ്ടണിലെ മറ്റൊരു നാഷണൽ മെമ്മോറിയലാണ്. തോമസ് ജെഫേഴ്സൺ എന്ന് പറയുന്നത് US-ൻ്റെ 3ാമത്തെ പ്രസിഡൻ്റ് ആയിരുന്നു. നിയോ ക്ലാസിക്കൽ സ്റ്റൈലിലാണ് കേട്ടോ ഈ ഒരു മെമ്മോറിയൽ പണിതിരിക്കുന്നത്. പോട്ടോമക് റിവറിൻ്റെ തീരത്ത് വെസ്റ്റ് പോട്ടോമക് പാർക്കിലാണ് ഈ ഒരു മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത്. മാർബിൾസും ഗ്രാനൈറ്റും കൊണ്ടൊക്കെയാണ് കേട്ടോ ഈ ഒരു മെമ്മോറിയൽ പണിതിരിക്കുന്നത്. പിന്നെ 1943 ഈ ഒരു മെമ്മോറിയൽ പണിത് തീർത്തത്. അന്ന് ഈ ഒരു മെമ്മോറിയൽ ഉണ്ടായിരുന്നത് പ്ലാസ്റ്റർ കൊണ്ടുള്ള സ്റ്റാച്ചു ആയിരുന്നു. പിന്നീട് 1947 ആ ഒരു സ്റ്റാച്ചു മാറ്റിയിട്ട് ഇപ്പോൾ കാണുന്ന ബ്രോൺസ് സ്റ്റാച്ചു അവർ റീപ്ലേസ് ചെയ്തു. അങ്ങനെ തോമസ് ജെഫേഴ്സൺ മെമ്മോറിയലൊക്കെ കണ്ടിട്ട് ഞങ്ങളിനി നേരെ തിരിച്ച് ഞങ്ങളുടെ റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. ഇന്ന് ഏതാണ്ട് ഒരു 30,000-ഓളം സ്റ്റെപ്പുകൾ ഞങ്ങൾ നടന്നിരുന്നു. അപ്പോഴേക്കും നല്ല ക്ഷീണിച്ചു. രാവിലെ തുടങ്ങിയ നടത്തമായിരുന്നു. ഇന്ന് ഫുള്ള് നടക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് ഡേ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് നാളത്തെ ബാക്കി വിശേഷങ്ങൾ കാണാം. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇത് ഹോട്ടലിൽ നിന്നും രാവിലെ 7 മണിക്കുള്ള വ്യൂ ആണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 5 മണിയുടെ വ്യൂ ആണ് കേട്ടോ കണ്ടത്. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഹോട്ടലിൽ നിന്ന് ഇറങ്ങുകയാണ്. ഹോട്ടൽ വെക്കേറ്റ് ചെയ്യാണ്. ഇനി നമുക്ക് നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. ഇന്ന് നമ്മൾ ടൈഡൽ ബേസിന് ചുറ്റുമൊന്ന് ചുറ്റിക്കറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് പറ്റുമെങ്കിൽ ഒന്ന് വൈറ്റ് ഹൗസ് ഒന്ന് കാണണമെന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നുള്ള കാര്യങ്ങൾ പിന്നെ തീരുമാനിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ ഞങ്ങളിപ്പം ടൈഡൽ ബേസിൻ്റെ അങ്ങോട്ടേക്കല്ല പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പോയ ഈസ്റ്റ് പോട്ടോമക് പാർക്കിലേക്കാണ് പോകുന്നത്. അവിടെ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ചെറി ബ്ലോസം ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. വാഷിങ്ടണിലെ ഓരോ ബിൽഡിങ്സും ഒക്കെ ഇങ്ങനെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ ഒരു സിറ്റി കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. അപ്പം നമ്മളിപ്പം ഈസ്റ്റ് പോട്ടോമക് പാർക്കിൽ എത്തിയിരിക്കുകയാണ്. ഈ ഓപ്പോസിറ്റ് കാണുന്നതാണ് വാഷിങ്ടൺ ചാനൽ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു വാഷിങ്ടൺ ചാനൽ. അവിടെ കുറേ ബോട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ കിട്ടുന്ന സ്ഥലമൊക്കെ ഞങ്ങൾ വരുന്ന വഴിക്കൊക്കെ കണ്ടിരുന്നു.
ഈ ചെറി ട്രീസും വാഷിങ്ടൺ ചാനലും പിന്നെ ആ ബിൽഡിങ്സും എല്ലാം കൂടി ചേർന്ന് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മെയിനായിട്ടുള്ള സ്ഥലത്തെത്തിയിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ കണ്ട ആ ഒരു ഭാഗങ്ങളൊക്കെ തന്നെയാണിത്. പക്ഷേ വണ്ടിയിൽ പോകുമ്പോൾ കുറച്ചുകൂടെ ഒരു ഭംഗിയുണ്ടായിരുന്നു. ഇതിങ്ങനെ വീഡിയോയിൽ കാണാനായിട്ടും അതുപോലെ നേരിട്ട് കാണാനും കുറച്ചും കൂടെ നമുക്ക് എന്താ പറയുക, രണ്ട് സൈഡും ചെറി ട്രീസിന് ഇടയിലൂടെ ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ ഉള്ളൊരു രസമില്ലേ. ഈ ഒരു പാർക്ക് അത്യാവശ്യം ഒരു വലിയ പാർക്കാണ്. അതുകൊണ്ട് തന്നെ സൈഡിലൊക്കെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പം അവിടുത്തെ ടൈമിൻ്റെ ലിമിറ്റൊക്കെ നോക്കിയിട്ട് പാർക്ക് ചെയ്യുക. ഇഷ്ടംപോലെ ആൾക്കാർ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ കണ്ടതുപോലെ തന്നെ നമ്മൾ കുറേ ഫോട്ടോഷൂട്ടുകളും ഒക്കെ കാണാൻ പറ്റിയിരുന്നു. കഴിഞ്ഞ ദിവസം നല്ല തിരക്കായിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം ഇവിടെ പാർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ടായിരുന്നില്ല. ഈ ചെറി ബ്ലോസം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എന്ത് രസമാണെന്നറിയോ. പിന്നെയും ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു അതിൻ്റെ ഒരു ഭംഗിയിൽ. അങ്ങനെ ചെറി ബ്ലോസം ഒക്കെ കണ്ടിട്ട് ഞങ്ങളിപ്പോൾ നേരെ വൈറ്റ് ഹൗസ് കാണാനായിട്ട് പോവുകയാണ്. വൈറ്റ് ഹൗസിൻ്റെ സൗത്ത് സൈഡിലുള്ള വ്യൂ കാണാനായിട്ടാണ് കേട്ടോ ഞങ്ങൾ ആദ്യം പോകുന്നത്. ഈ കാണുന്നത് ജനറൽ വില്യം ഷെർമൻ മോണുമെൻ്റ് ആണ്. ആ കാണുന്ന ബിൽഡിംഗ് ഇല്ലേ, അതാണ് വാഷിങ്ടണിലെ വില്ലേർഡ് ഹോട്ടൽ. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ്. എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെ US-ൻ്റെ മറ്റ് പ്രസിഡന്റുമാരും താമസിച്ചിട്ടുള്ള ഒരു ലക്ഷറി ഹോട്ടലാണിത്. അങ്ങനെ നമ്മൾ സൗത്ത് വ്യൂവിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പം ആ ഒരു സൗത്ത് വ്യൂ നല്ല രസമുണ്ട്. അവിടെ ഒരു ഫൗണ്ടൈൻ ഒക്കെ ഉണ്ട് ഫ്രണ്ടിലായിട്ട്. എലിപ്സ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് കേട്ടോ നമുക്ക് ഈ ഒരു വ്യൂ പോയിന്റ്, ഈ സൗത്ത് വ്യൂവിൻ്റെ ഒരു നല്ല വ്യൂ കിട്ടുന്നത്. പക്ഷേ സൗത്ത് വ്യൂ എന്ന് പറയുന്നത് അത്ര അടുത്തുള്ളൊരു വ്യൂ അല്ല, കുറച്ച് ദൂരത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഫോണിലൊക്കെ സൂം ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് ഇത്രയും നല്ലൊരു അടുത്ത വ്യൂ കിട്ടുന്നത്. ചുറ്റിനും ഇങ്ങനെ ഫെൻസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഫുൾ സുരക്ഷിതമായിട്ട്. അങ്ങനെ സൗത്ത് വ്യൂ ഒക്കെ കണ്ടിട്ട് ഞങ്ങളിപ്പോൾ നോർത്ത് വ്യൂ കാണാനായിട്ട് പോവുകയാണ്. നോർത്ത് വ്യൂ കാണാനായിട്ട് നമുക്ക് പെൻസിൽവേനിയ അവന്യൂലാണ് വരേണ്ടത്. മുൻപ് പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ഫുൾ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ഫെൻസ് കൊണ്ട്. കണ്ടില്ലേ, ഇതാണ് നോർത്ത് വ്യൂ വൈറ്റ് ഹൗസിൻ്റെ. അപ്പം ഈ ഒരു ഭാഗത്ത് വന്നാൽ നമുക്ക് കുറച്ചുകൂടെ അടുത്തുള്ള വ്യൂ ആണ് കേട്ടോ കിട്ടുന്നത്. ഇവിടുന്ന് നോക്കി കാണാം ആ വൈറ്റ് ഹൗസിൻ്റെ തൊട്ട് സൈഡിലായിട്ട് വാഷിങ്ടൺ മോണുമെൻറ്റ്. വളരെ അടുത്തുള്ള വ്യൂ ആണ് ഈ ഒരു നോർത്ത് വ്യൂവിലെ വ്യൂ. പിന്നെ വൈറ്റ് ഹൗസിന് ഫ്രണ്ടും ബാക്കും ഉണ്ടെന്നൊരു പ്രത്യേക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഓരോരോ സൈഡ് ഓരോരോ വ്യൂ ആണ്. ഈസ്റ്റ് സൈഡിലാണെന്ന് തോന്നുന്നു ഒഫീഷ്യൽ എൻട്രി ഉള്ളതും. നോർത്ത് സൈഡിലും
ഒരു ഫൗണ്ടൻ നമുക്ക് കാണാമായിരുന്നു. അതുപോലെ തന്നെ നല്ലൊരു വലിയൊരു മരമുണ്ട്. ആ മരത്തിലെ പൂക്കളിങ്ങനെ കൊഴിഞ്ഞ് താഴെ വീണ് കിടക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. 1791 US-ന്റെ ഫസ്റ്റ് പ്രസിഡൻ്റായ ജോർജ് വാഷിങ്ടൺ ആണ് ഈ ഒരു വൈറ്റ് ഹൗസിൻ്റെ സ്ഥലം ആദ്യം നിശ്ചയിച്ചത്. പിന്നീടുള്ള വർഷങ്ങളിലാണ് ഈ ഒരു വൈറ്റ് ഹൗസ് പണിതത്. പിന്നീട് കുറേ വർഷങ്ങളിൽ ഇതിൻ്റെ റിനോവേഷനൊക്കെ നടന്നിട്ടുണ്ട്, ഓരോരോ കാര്യങ്ങൾ സംഭവിച്ചിട്ടൊക്കെ. 1902 പ്രസിഡന്റ് തിയോഡർ റൂസ്വെൽറ്റ് ഒരു മേജർ റിനോവേഷൻ ഈ ഒരു വൈറ്റ് ഹൗസിൽ കൊണ്ടുവന്നത്. അന്ന് പ്രസിഡന്റിൻ്റെ ഓഫീസിൻ്റെ ലൊക്കേഷനൊക്കെ അവർ മാറ്റുകയൊക്കെ ചെയ്തിരുന്നു. പണ്ട് വൈറ്റ് ഹൗസിനെ അറിയപ്പെട്ടിരുന്നത് പ്രസിഡന്റ് പാലസ്, പ്രസിഡൻസ് ഹൗസ്, എക്സിക്യൂട്ടീവ് മാൻഷൻ എന്നൊക്കെയായിരുന്നു. പിന്നീട് 1902 പ്രസിഡന്റ് റൂസ്വെൽറ്റ് ആണ് വൈറ്റ് ഹൗസ് എന്നുള്ളൊരു പേര് നൽകിയത്. ഇതൊരു 6 ലെവൽ റെസിഡൻസ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇതിൽ തന്നെ 132 റൂംസും 35 ബാത്റൂംസും ഉണ്ട്. പിന്നെ 140 പേർക്ക് ഒരു സമയത്ത് തന്നെ ഡിന്നർ സെർവ് ചെയ്യാനായിട്ടുള്ളൊരു വലിയ കിച്ചനും ഉണ്ട്. അങ്ങനെ വൈറ്റ് ഹൗസ് ഒക്കെ കണ്ടിട്ട് ഞങ്ങളിനി നേരെ എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് പോവുകയാണ്. രാവിലെ ഒന്നും കഴിച്ചില്ല, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇനിയുള്ള ഒരു കണ്ടുപിടുത്തത്തിലാണ്. ഈ കാണുന്നത് ഇവിടുത്തെ ട്രഷറിയാണ് കേട്ടോ. എന്ത് വലിയ ബിൽഡിംഗ് ആണെന്ന് നോക്കുക. ട്രഷറിയുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബിൽഡിംഗ് ആണിത്. ഭയങ്കര വലിയ ബിൽഡിംഗ് ആണിത്. ഈ കാണുന്ന ബിൽഡിംഗ് ആണ് നല്ല ഭംഗിയില്ലേ. ആ ഒരു റെഡ് ബ്രിക്ക് വെച്ച് പണിഞ്ഞിരിക്കുന്ന ഒരു ബിൽഡിംഗ് ആണ്. അതിനകത്ത് ടെറാക്കോട്ട കളർ കൊണ്ടും അതുപോലെ തന്നെ കോപ്പർ കൊണ്ടൊക്കെ ഒരു ഓർണമെൻറ്റേഷൻ നമുക്ക് കാണാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ക്ലോക്ക് ടവറും ഉണ്ട്. സൺട്രസ്റ്റ് ബാങ്കിൻ്റെ ബിൽഡിംഗ് ആണ് കേട്ടോ അത്. അങ്ങനെ വാഷിങ്ടൺ DC നിന്നും പതിയെ ഇറങ്ങാൻ തുടങ്ങുകയാണ്. ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങളിനി നേരെ പോകുന്നത് സ്മിത്സോണിയൻ നാഷണൽ സൂവിലേക്കാണ്. അങ്ങനെ സ്മിത്സോണിയൻ നാഷണൽ സൂവിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഞങ്ങളിപ്പം എത്താനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് പാണ്ഡെ കാണാം. പാണ്ഡെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങളിവിടെ വന്നത്. മെയിനായിട്ടും വന്നത് പാണ്ഡെ കാണാനായിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം പാണ്ഡെ കാണാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ. സൂവിലേക്കുള്ള എൻട്രിക്ക് പ്രത്യേകം ഫീ ഒന്നുമില്ല, ഫ്രീ ആണ്. പക്ഷെ നമ്മൾ പാർക്കിങ്ങിന് ഫീ കൊടുക്കണം. ഇതാണ് ഡാൻസിങ് ബെയർ അല്ലെങ്കിൽ സ്ലോത്ത് ബെയർ എന്ന് പറയുന്നത്. ഇതൊരു സ്ലോത്തിൻ്റെ കൂട്ട് തന്നെ കേട്ടോ. മടിയനായിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു. ഇതിനെ പണ്ട് ഇന്ത്യയിൽ തെരുവുകളിൽ ഡാൻസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് ഇൻ്റർനാഷണൽ ആനിമൽ റെസ്ക്യൂ അത് പിന്നെ നിരോധിക്കുകയാണ് ചെയ്തത്. ഈ കാണുന്നത് ലെപ്പേഡാണ്. ഇത് നല്ല ഉറക്കത്തിലായിരുന്നു. ഇതാണ് ഫിഷിംഗ് ക്യാറ്റ്. ഇത് അപ്പുറത്തെ കൂട്ടിലുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ അവർ കൊടുത്തിരിക്കുന്നത് ഈ സ്മിത്സോണിയൻ നാഷണൽ സൂവിൻ്റെ ജയൻറ്റ് പാൻഡ കൺസർവേഷൻ പ്രോഗ്രാമിനെ പറ്റിയും അതുപോലെ തന്നെ ബ്രീഡിങ്ങിനെ പറ്റിയൊക്കെയാണ് കേട്ടോ.
2 പാണ്ടകളുടെ പേരും ഫോട്ടോസുമാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു മെയിലും ഉണ്ട്, ഒരു ഫീമെയിലും ഉണ്ട്. വാഷിങ്ടണിൽ ചെറി ബ്ലോസത്തിൻ്റെ സീസൺ ആയിരുന്നതുകൊണ്ടും ഈ ഒരു പാണ്ടയെ കാണാനുള്ള ആളുകളുടെ എണ്ണം കൂടുതലായിരുന്നുകൊണ്ടും നല്ല ക്യൂ ഉണ്ടായിരുന്നു. നമ്മൾ മുകളിൽ നിന്ന് ക്യൂവിൽ നിന്നുകൊണ്ടാണ് നമ്മൾ താഴെ ഈ പാണ്ടയുടെ അടുത്തേക്ക് എത്തിയത്. ഇവിടെ കാണുന്നത് നോർത്തേൺ സ്നേക്ക് ഹെഡ് ഫിഷാണ് കേട്ടോ. ഇത് റെഡ് പാണ്ടയുടെ ഏരിയയാണ്, പക്ഷേ റെഡ് പാണ്ട ഉണ്ടായിരുന്നില്ല അവിടെ. ആദ്യത്തെ ആളെ നമ്മൾ കാണാൻ വന്നു, പക്ഷേ ആൾ നല്ല ഉറക്കത്തിലായിരുന്നു. നല്ല ക്ഷീണത്തിൽ ഇങ്ങനെ കിടന്നുറങ്ങുമായിരുന്നു. അവിടെ നിന്ന് എഴുന്നേറ്റിട്ടേ ഇല്ല, അങ്ങനെ തന്നെ കിടക്കുമായിരുന്നു. ഈ തിരക്കുള്ളത് കൊണ്ട് തന്നെ അവർ ഉള്ളിലേക്ക് ആ ക്യൂവിൽ നിന്നും കുറച്ച് ആൾക്കാരെ മാത്രമേ ഈ ഒരു ഏരിയയിലേക്ക് കിടത്തി വിടുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ അടുത്ത ആളുടെ അടുത്ത് എത്തി. അയാളും ഇതുപോലെ കിടക്കുമായിരുന്നു, പക്ഷേ ഇടയ്ക്കൊന്ന് തല പൊക്കിയായിരുന്നു. ഈ പാണ്ടയുടെ കാര്യം പറയുവാണെങ്കിൽ, ഈ ബ്രീഡിംഗ് ഒക്കെ പറയുകയാണെങ്കിൽ പാണ്ടയുടെ ബ്രീഡിങ് കുറച്ച് ഡിഫിക്കൽട്ടാണ്, നാച്ചുറലി ഉള്ള ബ്രീഡിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാണ്ടുകളുടെ എണ്ണം മെയിൻറ്റെയിൻ ചെയ്യുന്നതും വളരെ കഷ്ടപ്പാടാണ്. നാച്ചുറലായിട്ട് ഇത് ബ്രീഡ് ചെയ്യുന്നത് വളരെ കുറവായത് കാരണം ഇവരുടെ ബ്രീഡിങ്ങിൻ്റെ ടൈം എന്ന് പറയുന്നത് മാർച്ച് ടു മെയ്, ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ബാക്കിയുള്ള സമയത്തൊക്കെ ഇപ്പം മെയിലാണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ഒറ്റയ്ക്കാണ് കേട്ടോ നടക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. ഈ ഒരു ബ്രീഡിങ്ങിൻ്റെ സമയത്ത് മാത്രമേ ഇവ ഒരുമിച്ച് നിൽക്കുകയുള്ളൂ. പക്ഷേ ആ സമയത്ത് നാച്ചുറലായിട്ടുള്ള പ്രോസസ്സ് നടക്കാനും വളരെ പാടാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സും റിസർച്ചേഴ്സൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ വഴിയാണ് കൂടുതലും ഇവയുടെ ബ്രീഡിങ് നടത്തുന്നത്. പിന്നെയുള്ളൊരു കാര്യം, പാണ്ടെന്ന് പറയുമ്പോഴേ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ബാമ്പു ആണല്ലേ. ഈ ബാമ്പു ഡൈജസ്റ്റ് ചെയ്യുന്ന രീതിക്ക് തന്നെയാണ് അതിൻ്റെ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം തന്നെ ഉള്ളത്. ഈ ബാമ്പുവിൽ നിന്ന് തന്നെ ഇതിന് വേണ്ടിയ ന്യൂട്രീഷ്യൻസ് ഒക്കെ കിട്ടുന്നുമുണ്ട്. അവർ അതിനടുത്ത് തന്നെ CCTVയിൽ ഈ പാണ്ടകളെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ നിന്ന് പാണ്ടക്കുട്ടനെയൊക്കെ കണ്ടു. ഇനി നമ്മൾ തിരിച്ച് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഒരു ആംബുലൻസ് വന്നിരുന്നു. ഇവിടെ ആംബുലൻസ് കാണുമ്പം എല്ലാ വണ്ടികളും നിർത്തി കൊടുക്കും. ഞാൻ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഓരോ വീടിൻ്റെ ഡിസൈൻ ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ. ചില വീടുകളൊക്കെ കണ്ടാൽ നമ്മുടെ നാട്ടിലെ ഒരു ഡിസൈൻ പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഒരു വീട് ഇപ്പോൾ ഈ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ വീട് കണ്ടില്ലേ, നമ്മുടെ നാട്ടിലെ ഒരു വീട് പോലില്ലേ. തിരിച്ച് വരുന്ന വഴിക്കും ഒരുപാട് ചെറി ട്രീസ് നമുക്ക് റോഡിൻ്റെ സൈഡിലായിട്ട് കാണാമായിരുന്നു. ഞങ്ങളൊരു ഉച്ചയ്ക്ക് 2 മണിയായപ്പോഴത്തന്നെ അവിടുന്ന് ഇറങ്ങിയിരുന്നു. കാരണം അവിടുന്ന് ഏതാണ്ട് ഒരു 8 മണിക്കൂർ ട്രാവലുണ്ട് മിഷിഗണിലേക്ക്. ഇടയ്ക്ക് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാനായിട്ടൊരു സ്റ്റോപ്പ് എടുത്തു. ഏതാണ്ട് ഒരു 10 മണി 10:30 ആയപ്പോഴത്തേന് ഞങ്ങൾ മിഷിഗണിൽ എത്തിയിരുന്നു. അപ്പോൾ വാഷിങ്ടൺ DC ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അതുവരെ കാത്തിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.